എക്സ്ക്യൂസ് മീ. ഓക്കെ മാഡം. മിഥുൻ, മിഥുൻ, നിന്റെ ബ്ലേസറിന്റെ ബട്ടൺ കഴിഞ്ഞു എടുക്കുകയാണല്ലോ. ഇതെങ്ങനെ ഇട്ട ഫോട്ടോസിലൊന്നും ഒരു രസം ഉണ്ടാവില്ല. മഞ്ജരി, മിഥുനേട്ടന്റെ സകല കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാനാണ് ഭാര്യയായി ഞാനിവിടെ ഉള്ളത്. നീ ഏട്ടന്റെ ഫ്രണ്ട് മാത്രം, അതിനപ്പുറത്തേക്ക് കടക്കാൻ നോക്കണ്ട. മിസ്റ്റർ മിഥുൻ, ഇവര് നിങ്ങളുടെ ഫ്രണ്ട് മാത്രമാണോ? നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ? ഫാമിലി മെമ്പർ അല്ല, മഞ്ജരി മിഥുന്റെ കളിക്കൂട്ടുകാരിയാ. ഓ, അത് ശരി. ഐ എം റിയലി സോറി. ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ അലോ ചെയ്യാൻ പറ്റൂ. ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒന്നും ഇതിൽ പാടില്ല. സാറിന് അറിയാവുന്നതല്ലേ, ഇത്തരം ആർട്ടിക്കിൾസും ഫോട്ടോസും ഒക്കെ മാഗസീന്റെ ഫ്രണ്ട് പേജിൽ വരുന്നതാ. ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ട. ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഓക്കെ? ഇറ്റ്സ് ഓക്കെ. മാം, ഫോട്ടോഷൂട്ട് റെഡിയാ. പ്ലീസ് കം കം. മാഡം, സാറിന്റെ തോളിൽ കൈവച്ചോളൂ. മേഘ്ന മാഡം, നിങ്ങൾ വന്ന് സാറിന്റെ തോളത്ത് കൈവച്ചിരുന്നു. മാഡം റെഡി മാഡം? മാഡം കുറച്ച് അടുത്തിരുന്നോളൂ. റെഡി? സ്മൈൽ. 1 2. മേഘ്ന മാഡം, നിങ്ങളും കാലുമേ കാല് വെച്ചോളൂ. മാഡം റെഡി മാഡം?
അരുണിമ മാഡം റെഡി സ്മൈൽ. ഇതായിരുന്നു ഞാൻ സ്വപ്നം കണ്ട ജീവിതം. മേഘന മാഡം, ഇനി നിങ്ങൾ പറയൂ. മിഥുനേട്ടന്റെ അമ്മ എന്നെ സ്വന്തം മോളെ പോലെ നോക്കുന്നത്. എനിക്ക് അമ്മ കഴിഞ്ഞ് ബാക്കി എല്ലാം ഉള്ളൂ. നീ കേട്ടോ അന്യമേ, അങ്ങനെ നിന്റെ സ്വപ്നം നിറവേറി. അത് മേഘന ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് നടന്നത്. മഞ്ജരി, വാട്ട് ഈസ് ദിസ്? എന്ത് ഭ്രാന്തൊക്കെയാ നീ കാണിക്കുന്നത്? പിന്നില്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ട ആന്റി? ആ മേഘനയുടെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. മിഥുന്റെ ഭാര്യസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവളിൽ അസൂയ ഉളവാക്കണമെന്ന് കരുതിയിരുന്നതാ. പക്ഷെ അവളിപ്പോ എന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞത്. എന്നും കരുതി സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ച നടന്നതൊക്കെ മാറി മറിയോ? ഇവിടെ എന്റെ ഹൃദയോ തകർന്ന് തരിപ്പണായത്. പിന്നെയാണോ നിസ്സാര ഈ വസ്തുക്കളൊക്കെ? എന്നോടുള്ള ദേഷ്യം മൊത്തം ഇങ്ങനെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ച് ആ വഴി സന്തോഷിക്കാൻ ശ്രമിക്കാണോ? നിനക്ക് ഞാനൊരു പഴങ്കഥ പറഞ്ഞുതരാൻ, കേൾക്കാമോ? പറയട്ടെ. പണ്ടൊരു കാട്ടിനകത്ത് ഒരു പുലിയും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. പുലി എപ്പോഴും ശാന്തമായി ആവശ്യമുള്ളത് മാത്രം വേട്ടയാടി സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. പക്ഷേ പൂച്ച പുലിയുടെ പുറകെ മാത്രം നക്കി നക്കി നടന്നു തിരിഞ്ഞ് പുലി തിന്ന് ബാക്കി വെച്ച കൊച്ചു കൊച്ചു മാംസകഷ്ണങ്ങൾ കഴിച്ചാണ് ജീവിച്ചിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് പുലി വേട്ടയാടിയ ജന്തുക്കളുടെ മാംസം കഴിച്ചു ശീലിച്ച് സ്വയം പൂച്ചയല്ല പുലിയാണ് താനെന്ന് ധരിക്കാൻ തുടങ്ങി. പിന്നെന്ത്? അങ്ങനെയൊരു അഹംഭാവം തലയിൽ കയറിയപ്പോ പുലിയോട് മത്സരത്തിനിറങ്ങി പൂച്ച. അത് സംഭവിക്കുകയും ചെയ്തു.
ഒടുവിൽ എന്തു പറ്റി? പുലിയുടെ മാന്തും കടിയും കൊണ്ട് ആ പൂച്ച 4 കഷ്ണങ്ങളായി മുറിഞ്ഞു വീണു. പെടഞ്ഞ് അതിന്റെ ജീവനും നഷ്ടപ്പെട്ടു. ഈ കഥയിലെ പൂച്ചയാരാണെന്ന് നിനക്കിപ്പം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നീ തന്നെയത്. ആ പുലി ആരാണെന്നറിയോ? നിന്റെ എതിരിൽ നിൽക്കുന്ന ഈ ഞാൻ. ഇന്ന് നടന്ന സംഭവങ്ങളിലൂടെയെങ്കിലും നിനക്കത് മനസ്സിലായി കാണുമായിരിക്കും. ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഞാൻ പൂച്ചയെ നീ പുലിയാണെന്ന് ധരിച്ച് തുള്ളിച്ചാടം വരട്ടെ മേഘനെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്ത് കണ്ടിട്ടാ നീ ചാടുന്നേ? എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്റെ വണ്ടിയുടെ ടയറിൽ ആണി കുത്തിക്കേറ്റി. എന്റെ സ്ഥാനത്ത് ഫാമിലി ഫോട്ടോയിൽ കയറി പറ്റാനും ശ്രമിച്ചു. ഒടുവിൽ ദൈവം എന്താ തീരുമാനിച്ചേ? നിനക്ക് ഈ ഫാമിലിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചു തന്നില്ലേ? ഇരുന്നിട്ട് കാല് നീട്ട് മഞ്ജരി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നീ നടുവൊടിഞ്ഞു വീഴും. സത്യം പറ മേഘനെ, മാഗസിൻകാരുടെ മുൻപിൽ വെച്ച് മനഃപൂർവ്വമല്ലേ എനിക്ക് നന്ദൻ ഫാമിലിയുമായി ഒരു ബന്ധമില്ലെന്ന് നീ വിളിച്ചു പറഞ്ഞത്? മനഃപൂർവ്വം ചെയ്താലും അറിയാതെ പറ്റിപ്പോയതാണെങ്കിലും നീ ഇപ്പൊ നന്ദൻ ഫാമിലിയിലെ ഒരു അംഗം അല്ലല്ലോ മഞ്ജരി. അതൊക്കെ ഇവിടെ നിക്കട്ടെ. ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. ഇനി എന്നെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ബൈക്ക് ടയറിലെ കാറ്റൊഴിച്ചു വിടുക, കിച്ചണിലെ ഗ്യാസ് തുറന്നു വിടുക, ഇങ്ങനെയുള്ള വേണ്ട ദിനങ്ങൾ കാണിച്ചാ കഥയിലെ പുലി കടിച്ചു പറിച്ചതുപോലെ എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കറക്കി എടുത്ത് വീശേണ്ട അവസ്ഥയുണ്ടാവും. അതോടുകൂടി ജീവിതകാലം മുഴുവൻ അനങ്ങം പറ്റാണ്ട് മട്ടുപ്പാവിലേക്ക് കണ്ണു നട്ട് കിടക്കേണ്ടി വരും. ഇതൊന്ന് പറയണമെന്ന് കരുതി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. കൂൾ മഞ്ജരി. അവൾ എന്തൊക്കെ തോന്നിയ ദിവസങ്ങൾ പറഞ്ഞിട്ട് പോയ, എന്നിട്ട് എങ്ങനെ കൂളാവാൻ ആന്റി? വേറെ മാർഗമില്ല മഞ്ജരി. ഈ മേഘനയ്ക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം കിട്ടിയേ? എന്നെ വാൺ ചെയ്തിട്ടല്ലേ പോയേ? എന്റെ ജീവിതം നശിപ്പിച്ച് കളയുന്ന പറഞ്ഞ് ആരുടെ ബലത്തിലാവും ഇവൾ ഈ ആട്ടം ആടുന്നേ? എന്നെയാണല്ലോ അവളിപ്പോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നേ. മഞ്ജരി, ഉറുമ്പ് കാണാൻ വളരെ ചെറുതായിരിക്കും, പക്ഷെ ഒരെണ്ണം ആനയുടെ മൂക്കി കയറിയാ മതി. ആനയെ കൊല്ലാൻ വരെ ആ ഉറുമ്പിനെ കൊണ്ട് സാധിക്കും. ഉറുമ്പ് കൂട്ടത്തോടെ ആക്രമിച്ച മനുഷ്യന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോ നമ്മളൊന്ന് താന്നു കൊടുക്കണം. മഞ്ജരി, നമ്മള് തക്കം പാത്ത് കാത്തിരിക്കണം, സാഹചര്യങ്ങൾ അനുകൂലമാവുന്നത് വരെ. എന്നിട്ട് സമയം വരുമ്പോ പാഞ്ഞു ചെന്ന് ആക്രമിക്കണം. അതാണ് ബുദ്ധി. എടി എടി, നീ ആ നഖം കടിക്കാതെടി. നത്തോലി വറുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് തിന്നാൻ നോക്ക്. മമ്മി, ഞാൻ നഖം കടിച്ചതാണോ ഇപ്പൊ വലിയ കുറ്റം? പക്ഷെ അതിന്റെ പുറകിലുള്ള എന്റെ ടെൻഷൻ എന്താ മമ്മി മനസ്സിലാക്കാതെ? ഓഹോ, നീ ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുവാണോ? കളിയാക്കിയതൊക്കെ മതി മമ്മി. എന്താ നിന്റെ ടെൻഷൻ എന്ന് ചോദിക്കേ. ശരി, പറയൂ. ഇന്ന് എന്റെ കല്യാണത്തെ കുറിച്ച് പ്രിയംവതിയോട് സംസാരിക്കാന്നും എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. എന്നിട്ട് ഒടുവിൽ ദേ അങ്ങനെ പറഞ്ഞ ഭാവം പോലും ഇല്ല. ഓ, അന്ന് തന്നെ ആടി കരുതിയേ അവരെല്ലാവരും കൂടെ കുടുംബത്തോടെ എങ്ങോട്ട് പോയിരിക്കുവായിരുന്നെന്ന്. ഇങ്ങനെയുള്ള സമയത്ത് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോടി? അവളെ കൈ കിട്ടുമ്പോ വട്ടം പിടിക്കാന്ന് കരുതിയിരിക്കുവായിരുന്നു. എല്ലാത്തിനും മമ്മിയുടെ അടുത്ത് ഓരോ കാരണങ്ങളുണ്ടാവും. പക്ഷെ എനിക്കൊരു കുടുംബം ഉണ്ടാക്കി തരാൻ മാത്രം മനസ്സിലല്ലേ? എങ്കിൽ കാലത്ത് വേണ്ട, വൈകുന്നേരെങ്കിലും പോയി ഒന്ന് സംസാരിച്ചൂടായിരുന്നോ? ഞാൻ പോകുന്നതേ കല്യാണ കാര്യത്തിനാ, കുശലം ചോദിക്കാനല്ലല്ലോ. ആ പ്രിയംവദ കറങ്ങി കറങ്ങി എന്റെ അടുത്ത് തന്നെ വരുവടി. എന്തായാലും നാളെ അങ്ങോട്ട് ചെന്ന് നിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാം. സമാധാനിക്ക്. കല്യാണോ? ആരുടെ കല്യാണ ചെറിയമ്മേ? വേറെ ആരുടെയാ? എന്റെ മോളുടെ തന്നെ. ഓ,
ശാലിനിക്ക് ചെറുക്കനെ നോക്കാൻ തുടങ്ങിയോ ചെറിയമ്മേ? കുറച്ചായില്ലേ അവളിങ്ങനെ പൊര നിറഞ്ഞു നിക്കാൻ തുടങ്ങിയിട്ട്. കടുകാകുമ്പോ ചട്ടിയിലിട്ട് വറുക്കണമെന്ന് പറയും പോലെ പെണ്ണാവുമ്പോ കെട്ടിച്ചു കൊടുത്തല്ലേ പറ്റൂ. ഇതിനും വേണ്ട ഒരു കല്യാണമൊക്കെ. നല്ലൊരുത്തനെ കണ്ടെത്തി താലി കെട്ടിച്ച് കെട്ടിയോന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണമല്ലോ. നല്ല കാര്യല്ലേ ചെറിയമ്മേ? അതിരിക്കട്ടെ, ചെറുക്കൻ ആരാണാവോ? സൂചിമുന പോലെ ചെറിയൊരു തുള കിട്ടിയാ മതിയല്ലേ. അതിലേക്കൂടെ ടിപ്പർ ലോറി ഓടിച്ച് ഇപ്പുറത്ത് കിടന്ന് ലോഡും കയറ്റിയേ പോകുന്നുള്ളൂ. ആരാണെന്നറിഞ്ഞ അപ്പ അവൾ അവൻ അടിച്ചു മാറ്റില്ലേ? വേണ്ട വേണ്ട, എന്നെ കല്യാണം കഴിക്കുന്നത് വിവേകാണെന്നുള്ള സത്യം ഇവൾ അറിയാൻ പാടില്ല. അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞ്? ശാലിനി കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാന്നറിഞ്ഞാ അത് കേട്ട് ഞാൻ സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. നീയേ പിന്നെ വിസ്തരിച്ചിരുന്ന് സന്തോഷിച്ചാ മതിട്ടോ മോളെ. അവിടെ അയേന്നെടുത്ത തുണിയൊക്കെ കാത്തിരിക്കുക. അതൊക്കെ ചെന്ന് ഇസ്തിരിയിട് കേട്ടോ. ചെല്ല്. ഇവർക്കെന്താ ചെറുക്കൻ ആരാന്ന് പറയാൻ ഇത്രയ്ക്ക് വിമ്മിഷ്ടം? അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ശാലു, നാളെ തന്നെ എങ്ങനെയെങ്കിലും ചെന്നിട്ട് ആ പ്രിയംവതയുടെ കാല് പിടിച്ചിട്ടോ കാല് വാരിയിട്ടോ നിന്റെ കല്യാണം ഞാൻ സെറ്റാക്കാം. നീ സമാധാനായിട്ടിരിക്കേ. ഒരു ചായ എടുത്തേ ഗോപാല. പറ്റു കൊറേ ആയല്ലോ. അതൊക്കെ തരാടോ, കാശൊന്ന് കിട്ടിക്കോട്ടെന്നേ. ഇതൊരു ചായക്കടയാണേ, ഇവിടെയും ചെലവുണ്ട്. അല്ലാതെ എല്ലാവർക്കും എടുക്കടോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ. ആദ്യം പറ്റു കേർക്ക്. ചേട്ടാ കഷ്ടം. കഴുത്തി കിടന്ന് മിന്നുങ്ങണ കണ്ട അതടിച്ചു മാറ്റി 1 മാസത്തേക്കായി. ആ മഞ്ചരി പെണ്ണുമ്പിള്ള തന്നതല്ല പബ്ബി കൊണ്ട തൊലച്ചു. ഇനി എന്ത് ചെയ്യാനാ? ഒരു ചായ കുടിക്കാൻ പോലും നയാ പൈസ ഇല്ല കയ്യില്. ഇയാളാ കള്ള സ്വാമിയല്ലേ? ഇന്ന് ഇയാളെ വിടരുത്. പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരുടെയും മുന്നിലിട്ട് കൊടുക്കണം. ഓട്ടോ ഇതേ ചേട്ടാ. മോളെ മേഘനെ, അല്ല നീ എവിടെ പോയതാ? വീട്ടിലെങ്ങും കാണുന്നില്ലല്ലോ. ഞാൻ മാർക്കറ്റ് വരെ വന്നതാണച്ചാ. നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? സുദീപിനെ പറഞ്ഞയച്ചാ പോരായിരുന്നോ? ആ പിന്നെ അച്ഛാ, ഞാനിതൊക്കെ പിന്നീട് പറയാം. എനിക്കിപ്പോ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ മേഘനെ, എന്തു പറ്റി? എന്താ ശബ്ദം മാറിയിരിക്കുന്നേ? ഞാൻ പിന്നെ ആ കള്ളസ്വാമി എവിടെ വെച്ച് കണ്ടു. മാർക്കറ്റിലെ ചായക്കടയിലുണ്ടായിരുന്നു. എന്ത്? കള്ളസ്വാമി ചായക്കടയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അച്ഛാ. ഒരു ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. ഞാനിപ്പോ അയാളെ ഫോളോ ചെയ്തോണ്ടിരിക്ക. ഇന്നിനി എന്ത് വന്നാലും അയാളെ പിടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. മേഘനെ, നിന്നെ കൊണ്ടത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാനും അങ്ങോട്ട് വരാം. നീ ഇപ്പൊ എവിടെയാണെന്ന് പറ. ബാലികാശ്രം 2nd വാർഡിലാ, സുജാത ഷോപ്പിംഗ് മാളിന്റെ അടുത്ത്. ശരി മോളെ, ഞാനും ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറപ്പെടാൻ പോവാ. ഓ മൈ ഗോഡ്, ആ കള്ളസ്വാമി മേഘനയുടെ മുമ്പിൽ വീണ്ടും ചെന്ന് പെട്ടു.